ഈ VT ബൽറാമും ഷാഫിയുമെല്ലാം മാന്യതയുടെ മുഖംമൂടി ഇട്ടിട്ടാണ് വർത്തമാനം പറയുന്നതെങ്കിൽ ആദ്യം കോൺഗ്രസ് ലൈവിനകത്ത് നിന്ന് അത് പിൻവലിക്കാനും ആരാണെന്ന് ചോദിച്ച് പരിഹാരമുണ്ടാക്കാനും ശ്രമിക്കണം. മറ്റത് ഒന്നുകൂടി പറയാം, VT ബൽറാം എടുത്തിട്ട ഉദാഹരണത്തിന് ഞാൻ വേറെ മറുപടി പറയാം. പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പോൾ AP ഉസ്താദിൻ്റെ പേരിൽ ഒരു വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കി അതിനകത്ത് കൃത്യമായി ശൈല ടീച്ചർക്കെതിരായി വ്യാജ പ്രചരണം നടത്തി. ആ പ്രചരണത്തിൻ്റെ പേരിൽ മർക്കസ് ഉൾപ്പെടെ അതിനെതിരായി ശക്തമായി നിലവിൽ വരികയും കേസ് ഉൾപ്പെടെ വരികയും ചെയ്തു. അതിനകത്ത് എൻ്റെ നാട്ടിലെ ഒരു DCC സെക്രട്ടറിയാണ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ് ഇത് പ്രചരിപ്പിച്ചത്. VT ബൽറാം പറയുമോ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന്? ഷാഫി പറയുമോ? തെറ്റാണെന്ന് മർക്കസ് പറയുന്നു, തെറ്റാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. പ്രചരിപ്പിച്ചയാൾക്കെതിരെ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. പിന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്, ഞാൻ ഓരോന്നോരോന്നായി പറയും. പ്രചരിപ്പിച്ചത് കൃത്യമായിട്ട് നിങ്ങളുടെ ആളുകളാണെന്നറിയാം, അതിന് നടപടി എടുക്കാൻ വേണ്ടി പറ്റൂ. ഇനി VT ബൽറാം ഒരു കാര്യം പറയും, ഇത്തരം പ്രചരണം വന്നപ്പോൾ ഈ വിവിധ ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിപ്പിച്ച ആളുകളുണ്ടല്ലോ, ഇപ്പം നാട്ടുകാരൊക്കെ ഇത് കണ്ടതാണ്. ബൽറാം മനസ്സിലാക്കേണ്ടത്, നാട്ടുകാരൊക്കെ ഇത് കണ്ടതാണ്. പല ഗ്രൂപ്പിലും കുടുംബ ഗ്രൂപ്പിലും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രചരിപ്പിച്ചവർ ശുദ്ധ തെമ്മാടികളാണ്, അവർ പ്രചരിപ്പിച്ചവർ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പറയാൻ ഷാഫിയോ ബൽറാമോ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറയേണ്ടതുണ്ട്. ഒറ്റ വാചകത്തിലെങ്കിലും പറയും, കേൾക്കുന്നവർ, ഇത് ആസ്വദിച്ച ആളുകളും നിങ്ങളുടെ ആളുകളൊക്കെ ാണ് സാമൂഹ്യ വിരുദ്ധരാണ് ഷാഫിയും പറയില്ല, ബൽറാമും പറയില്ല. പിന്നെ ഒറ്റ കാര്യം കൂടി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, ഫേക്ക് പോസ്റ്ററുകളുടെ കാര്യത്തിലും VT ബൽറാം പാർട്ടി എന്തുകൊണ്ടാണ് ഒരു തിരഞ്ഞെടുപ്പിന് മുൻപ് പോളിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിലപാടെടുക്കാതെ പോയത്? ഉദാഹരണത്തിന് കാഫിറുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്രയോഗം, ആ പ്രയോഗം അത് വ്യാജമാണെന്നും അത് നിർമ്മിച്ചതുമായി നമുക്കൊരു ബന്ധമില്ലെന്നും എനിക്കങ്ങനെ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ട് വേണ്ടെന്നും ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് പോളിംഗിന്റെ പിറ്റേന്ന് മാത്രം പറഞ്ഞത് എന്നത് സംശയം ജനിപ്പിക്കുന്നതാണ് VT ബൽറാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ തന്നെ ഇപ്പം ഇതിലെ മോശപ്പെട്ട പരാമർശങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ എന്ന പേരിൽ ഇപ്പൊ അരുൺ തന്നെ തുടക്കത്തിൽ ഇൻട്രോയുടെ ഭാഗമായിട്ട് കുറെ വാക്കുകൾ ഇവിടെ സൂചിപ്പിച്ചു, സീസറമ്മ, ബോംബമ്മ എന്നൊക്കെ രീതിയിലുള്ള. എന്നാൽ ഷോഫി പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി വെറും ഷോ ആണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പേരിനെ വളച്ചൊടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് ഷാഫിയെ വിശേഷിപ്പിക്കുന്നത് നിങ്ങളുടെ ഇൻട്രോയിൽ വന്നില്ല അരുൺ. നിങ്ങൾ കേവലം ഏകപക്ഷീയമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ ചെകഞ്ഞെടുത്തത്, ഒരു ചെറി പിക്ക് നടത്തിയത് എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പേജ് അല്ല ഈ കോൺഗ്രസ് ലൈവ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ സജീഷ് തന്നെ പറയുന്നത് ഏതായാലും 21,000 ആള് എന്നൊക്കെ പറയുന്നത് ഏതൊരു ആളും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫോളോവേഴ്സ് ആണ്. അത്രയും ചെറിയ നമ്പറാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക അക്കൗണ്ടിന്റെ ഒരു അംഗസംഖ്യ അല്ല ഈ 21,000 എന്ന് പറയുന്ന ചെറിയ നമ്പർ. ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന കോൺഗ്രസ് ലൈവ് എന്ന പേരിലാണുള്ളത്. അവിടെ ഞങ്ങൾ തന്നെ നിഷേധിച്ചൊരു വീഡിയോ ഇപ്പോഴും പ്രചരിക്കുകയാണ്. അതിനെ നിഷേധിച്ച് സ്ഥാനാർത്ഥിയോ ബൽറാമോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇപ്പോഴും. ഞാനത് പറയാം. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലാണോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്? നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമിലെ അംഗമായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് ഷാഫി പറമ്പിലുമായി ഈ ഇലക്ഷന്റെ തുടക്കം മുതൽ തന്നെ ഒരു ഇന്റർവ്യൂ നടത്തിയത് അരുൺ ഓർമ്മയുണ്ടല്ലോ. ഇപ്പോഴും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഉണ്ടല്ലോ, നിങ്ങളുടെ വെബ്സൈറ്റിൽ അടക്കം ഉണ്ടല്ലോ, നിങ്ങളുടെ യൂട്യൂബിലുണ്ടല്ലോ. അതിൽ സ്മൃതി പരുത്തിക്കാട് ഷാഫിയോട് വളരെ കൃത്യമായിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഷാഫി പറമ്പിലിന് ഇവിടെ വടകരയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയത് ഒരു മുസ്ലിം അക്കൗണ്ടിലാണോ എന്ന് ചോദിക്കുമ്പോൾ എത്ര ആർജവത്തോടു കൂടിയുള്ള മറുപടിയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു പ്ലസ് മതത്തിന്റെ പേരിൽ വേണ്ട, ഞാൻ ഒരു കാലത്തും മതത്തിന്റെ പേരിൽ അറിയപ്പെട്ടിട്ടില്ല, ഞാൻ മത്സരിച്ച് 3 തവണ വിജയിച്ചത് പാലക്കാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലാണ്. അവിടുത്തെ ഡെമോഗ്രഫി നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ എനിക്ക് BJPയെ തോൽപ്പിച്ച് ജയിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ഈ വടകരയിൽ ഒരു മതത്തിന്റെ അക്കൗണ്ട് വേണ്ട എന്ന് ഷാഫി പറമ്പിൽ തുടക്കം തൊട്ട് തന്നെ അരുൺ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാമ്പയിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണം ഈ രാഷ്ട്രീയ വിഷയങ്ങളെ ഊന്നിക്കൊണ്ടാണ്. ഇവിടെ വ്യാജ വീഡിയോ, വ്യാജ പ്രചരണം എന്ന് പറയുന്ന പ്രചരണങ്ങളാണ് വ്യാജം. ആദ്യം അവർ തന്നെ ഒരു വ്യാജ സാധനം പുറത്തിറക്കുന്നു, എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിൽ കൊത്തിയില്ല എന്ന പേരിൽ ഞങ്ങളെ ആക്രമിക്കുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് തന്നെയല്ലേ റിപ്പോർട്ടറിന്റെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ഇപ്പോഴും പല മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. അതിനെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ. ഞാൻ തന്നെ ഒടുവിൽ ലൈവിൽ വന്നത് നിഷേധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എന്നെ ധാരാളം ആളുകൾ വിളിക്കുന്നു, ഇങ്ങനെ അല്ലല്ലോ ടീച്ചർ
പറഞ്ഞത്. ശരിയാണ് ടീച്ചർ, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ അതിനെ വക്രീകരിച്ച് സന്ദർഭത്തിൽ നടത്തി മാറ്റി തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഉപയോഗിച്ചു. അതിനെ നിങ്ങളാരും തള്ളിപ്പറയാഞ്ഞത് എന്തുകൊണ്ടാണ് വി ടി ബൽറാം? അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറയുന്നത്. തള്ളി പറയാനാണെങ്കിൽ എവിടം തൊട്ട് തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചർച്ച വെക്കാം. ഇപ്പോഴും KPCC പ്രസിഡന്റിനെതിരെ നിങ്ങൾ ഈ വക്രീകരിച്ച വീഡിയോ ഓടിച്ചുകൊണ്ടല്ലേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ശൈലജക്കെതിരെ? അതൊരു തെറ്റായ കീഴ്വഴക്കമാണെന്നും ബോധ്യമുള്ള വി ടി ബൽറാമിന് അതിലൊരു മാപ്പ് പറഞ്ഞിട്ട് ഇതിലൊരു മാപ്പ് പറയാൻ കഴിയുമെന്ന് നിലപാടെടുക്കുന്നത് ശരിയാണോ വി ടി ബൽറാം? ഞാൻ കൃത്യമായിട്ട് പറയാം. അങ്ങനെ ഞാൻ മറുപടി പറയാം, പിന്നെ അത് ആവർത്തിക്കില്ല. എന്നോട് ചോദിക്കാണ് നമ്മൾ ഒരാൾക്ക് അങ്ങനെ ചോദ്യങ്ങൾ കേൾക്കണം, ഉത്തരങ്ങൾ കേൾക്കണം എന്നുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരെ മാത്രം ക്ഷണിച്ചത്. അതുകൊണ്ട് ചോദിച്ചു പറഞ്ഞു പോകാം. സജീഷ്, എനിക്ക് മനസ്സിലായി താങ്കൾക്ക് പറയാനുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് മറുപടി കൂടി ഒന്ന് കേട്ടു പോകാം. ഒരു നിമിഷം സജീഷ്, സജീഷിന് മറുപടി പറയാം. ഞാൻ വി ടി ബൽറാമിനോട് ചോദിച്ചതിന് ബൽറാം മറുപടി പറയട്ടെ. സജീഷ് ഒരു നിമിഷം വഴങ്ങൂ. സജീഷ് ഒരു നിമിഷം വി ടി ബൽറാം മോഡറേറ്റർ ആയിട്ട് അരുൺ നിയന്ത്രിക്കും. വി ടി ബൽറാം പറയൂ. ഞാൻ പറയട്ടെ ഇങ്ങനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അങ്ങനെ ആര് ചെയ്താലും തെറ്റാണ്. ഞാൻ അതിന്റെ ഇരയാണ്. ഇപ്പൊ ഞാൻ ആ ഉദാഹരണം കൂടി പറയാം. എന്നോട് ഇതേപോലെ ഒരു ചാനൽ ചർച്ചയിൽ മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, 5 വർഷം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിൽ നിന്ന് കുറെ ആളുകൾ BJP-യിലേക്ക് പോകുന്നു, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ അതിന് സാമാന്യം വിശദമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞു. അതിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഓടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം? CPM-ൽ നിന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ പോകുന്നുണ്ട്, പക്ഷെ അവർ നേരത്തെ അറിയപ്പെടുന്ന ആളുകളല്ല. ഉദാഹരണത്തിന് CPM-ൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി BJP-യിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം CPM-ന് ഒരു മുൻ കേന്ദ്രമന്ത്രി ഇല്ല. അതുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ CPM-ന്റെ സ്പീക്കർ പോയിട്ടുണ്ട്, CPM-ന്റെ MP പോയിട്ടുണ്ട്, CPM-ന്റെ MLA പോയിട്ടുണ്ട്, ബംഗാളിലും ത്രിപുരയും അടക്കമുള്ള സ്ഥലം. അപ്പൊ CPM-ൽ നിന്ന് ഞങ്ങളെ പോലെ നിരവധി ആളുകൾ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ നേതാക്കന്മാരുണ്ട്, അറിയപ്പെടുന്ന നേതാക്കന്മാർ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വരും. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള രൂപം. അതിൽ നിന്ന് ഇപ്പോഴും വരെ ട്രോൾ രൂപത്തിൽ ഇവർ ഉപയോഗിക്കുന്ന എന്താ? കോൺഗ്രസിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഇന്ന് കുറച്ച് പേര് BJP-യിലേക്ക് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വെച്ചു. അപ്പൊ സന്ദർഭത്തിൽ നടത്തി മാറ്റി ഒരു വരിയുടെ അവിടെയും ഇവിടെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെയുള്ള പ്രചരണം നടത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട്, ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം 5 വർഷം മുമ്പുള്ളതാണ്, 5 വർഷമായിട്ട് ചെയ്താലും ശരിയല്ല. ഇപ്പോ ഇക്കയുടെ ഒരു കാന്തപുരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ടൊരു മാതൃഭൂമിയുടെ ഓൺലൈനിന്റെ വ്യാജ പോസ്റ്റർ സൃഷ്ടിച്ച് പുറത്തിറങ്ങുന്നു. Debate with Arun Kumar.